റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ്. അർജുൻ ആയങ്കി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതിൽ അർജുൻ ആയങ്കി അടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ CIയെ ഭീഷണിപ്പെടുത്തിയത്. എസ് ശരൺ നമുക്കൊപ്പം ഉണ്ട്. ശരൺ, ഭീഷണി എന്നൊന്നും പറഞ്ഞാൽ പോരാ, കടുത്ത വാക്കുകളാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിരുന്നത്. അർജുനെയും സുഹൃത്തുക്കളെയും പിടികൂടുന്നു, ഞങ്ങളുടെ കുടുംബം തകർക്കുന്നു, ഞങ്ങളുടെ ജീവിതം തകർക്കുന്നു, നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ ചത്താലും കുഴപ്പമില്ല, പെൻഷൻ വാങ്ങി സുഖമായി ജീവിക്കാമെന്ന് ഒരു കാലത്തും വിചാരിക്കേണ്ട, അന്ത്യം കാണുന്നവരെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാവും. അത്ര കടുത്ത ഭീഷണിയായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി നിയമപരമായി തന്നെ പോലീസ് കൊടുക്കുകയാണ് അല്ലേ ഇപ്പോൾ അർജുൻ ആയങ്കിക്ക്? ശരൺ. ശിഖാസ്, തീർച്ചയായിട്ടും അത്തരത്തിൽ നിയമപരമായി തന്നെ കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അർജുൻ ആയങ്കിയെ സംബന്ധിച്ച്, അതായത് നേരത്തെ ഈ ഒരു കാലത്ത് CPMന്റെ വലിയ സൈബർ പോരാളിയായിരുന്നു അർജുൻ ആയങ്കി. പിന്നീട് അർജുൻ ആയങ്കി ഈ സ്വർണം പൊട്ടിക്കൽ കേസിലടക്കം പ്രതിയാവുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നതാണ്. അങ്ങനെ 8ഓളം കേസുകളിൽ പ്രതിയാണ്. ഹൈവേ റോബറി, ഒപ്പം കൊലപാതക ശ്രമം അടക്കം 8ഓളം കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സംഘത്തെയും കഴിഞ്ഞ മാസമാണ് കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആ സമയത്ത് അർജുൻ ആയങ്കി അടക്കം പറഞ്ഞിരുന്നത് തങ്ങൾ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയാണെന്നുള്ളതാണ്. പക്ഷെ പോലീസ് കണ്ടെത്തിയിരുന്നത് പുതിയൊരു കുറ്റകൃത്യം ഇവർ ആസൂത്രണം ചെയ്യുകയായിരുന്നു. സംഘടിതമായ കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് എടുക്കുകയും 6 പേരെ അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നത്. ഈ അറസ്റ്റിലായ അർജുൻ ആയങ്കി ജാമ്യത്തിലിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒരു പോസ്റ്റ് ഇട്ടത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കോതമംഗലം CA നിയമപരമായും കായികമായും നേരിടുമെന്നുള്ളതാണ്. കള്ളക്കേസ് ഇനിയും ഉണ്ടായാലും ജയിൽ ആയാലും പെൻഷൻ വാങ്ങി ശിഷ്ടകാലം ജീവിക്കാമെന്ന് കരുതണ്ട, ഞാൻ ചത്താലും നിന്നെ അതിന് അനുവദിക്കില്ല എന്നുള്ള അടക്കമുള്ള പരാമർശങ്ങളാണ് അർജുൻ ആയങ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ കോതമംഗലം പോലീസ് അർജുൻ ആയങ്കിക്കെതിരെ IT വകുപ്പ് ചുമത്തി, അതായത് IT ആക്ട് ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. അതായത് നേരത്തെ ഈ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട ജാമ്യത്തിൽ അടങ്ങുന്ന സമയത്ത് കോടതിയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അർജുൻ ആയങ്കി ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നുള്ള ജാമ്യ വ്യവസ്ഥ അടക്കമാണ് ഉണ്ടായിരുന്നത്. ആ വ്യവസ്ഥയിലെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കോതമംഗലം പോലീസ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ ഒരു അപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കും. അതായത് ആദ്യം ഹിയറിംഗ് ആണ് നടത്തുക. അത് അർജുൻ ആയങ്കിയുടെ വാദം കേൾക്കും. ആ വാദം കേട്ട ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കോടതി കടക്കുക. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കിയുടെ ഭീഷണിയൊന്നും പോലീസിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. കടുത്ത നടപടി പോലീസ് സ്വീകരിക്കുകയാണ്. നിയമപരമായി തന്നെ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി മറുപടി അർജുൻ ആയങ്കിക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ പോലീസ്.